രാഹുൽ അറസ്റ്റിൽ. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു പൊതുപരിപാടിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. തന്നെ കയ്യാമം വെച്ച് കൊണ്ടുപോകണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്റ്റേജിൽ നിന്ന് പോലീസുകാരോട് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കയ്യാമം വെച്ച് വെളിയിലിറങ്ങിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കൈ ഉയർത്തി ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് പോയത്. എന്നാലും എന്റെ തമ്പ്രാനെ ആ നാക്ക് കരിനാക്കായി പോയല്ലോ. 3 ദിവസം മുമ്പാണ് തമ്പ്രാനത് പറഞ്ഞ് വീഡിയോ ചെയ്തത്. അത് പറഞ്ഞ് നാക്കുള്ളിൽ കിട്ടില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്തായാലും അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഓടി നടക്കുകയാണ്. ഏത് ലുക്കൌട്ട് നോട്ടീസ് വരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ എല്ലാ വിമാനത്താവളങ്ങളും ഒട്ടിച്ചിരിക്കുന്നുവത്രേ. നാട് വിടാനുള്ള സാധ്യതയുണ്ട് പോലും. ഈ പെൺകുട്ടിയുടെ പരാതി വന്നത് മുതൽ നമ്മുടെ ഈ രാഹുൽ ഈശ്വറും സംഘവും ഡൽഹിയിൽ ഇരുന്ന ഒരു വനിതാ അഡ്വക്കേറ്റും കൊണ്ട് കേട്ടോ. വനിതയാണെന്ന് ഓർക്കണം. ഒരു പെൺകുട്ടിയുടെ പരാതിക്കെതിരെ ആ പെൺകുട്ടിയെ ചീത്ത വിളിച്ചുകൊണ്ട് നിരന്തരം പോസ്റ്റ് ഇടുന്ന ഒരു വനിതാ അഡ്വക്കേറ്റ് ഉണ്ട്. പിന്നെ ഒരു രാഹുൽ ബ്രിഗേഡ് എന്നും പറഞ്ഞ ഒരു പ്രത്യേക ചാനലും തുടങ്ങി അങ്ങ് അസഭ്യപക്ഷം ചൊരിയുന്ന കുറേ ആൾക്കാരുണ്ട്. ആയിരക്കണക്കിന് ബ്രിഗേഡ് അംഗങ്ങളുള്ളത്. അവർ ആ വീഡിയോവിന് താഴെ ഇരുന്ന് ഈ പെൺകുട്ടിയെ തെറി വിളിക്കുകയും രാഹുലിനെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയും സതീശനെ വരെ കേക്കച്ചൻ എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതൊക്കെ നൽകിയൊരു കരുത്തിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടം സധൈര്യം നേതൃത്വത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അതിൽ തന്നെ കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരു വിഭാഗത്തിൻ്റെ ഒരു സപ്പോർട്ടും കൂടി ഈ പാലക്കാട് വന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ വലിയൊരു ധീരനായകനെ പോലെ ഒരു കുരുക്ഷേത്ര യുദ്ധം ജയിച്ചു വന്ന പട്ടനായകനെ പോലെ നടന്ന് വോട്ട് പിടിക്കുകയാണ്. താനില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്ന് ഇപ്പോഴത്തെ നേതൃത്വം നേരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിനിടയിലാണ് ഈ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പോയി പരാതി കൊടുക്കുന്നത്. ആ പരാതി കൊടുക്കുന്നതിനും ഒരു 3 ദിവസം മുമ്പാണ് ഒരു ചാനലിൽ ആ കുട്ടിയുടെ ചില വോയിസ് മെസ്സേജുകളും ചാറ്റുകളൊക്കെ പുറത്തു വന്നത്. അപ്പോൾ ഇട്ട വീഡിയോ ആണ് നമ്മുടെ രാഹുൽ ഈശ്വറിൻ്റെത്. നമ്മൾ ഇതിനു മുമ്പും വീഡിയോകളിൽ പറഞ്ഞ പോലെ ഈ രാഹുൽ ഈശ്വറിന് ഒരു ചെറിയ വീക്ക്നെസ് ഉണ്ട്. എവിടെ ഒരു പുരുഷൻ സ്ത്രീയാൽ ലൈംഗികാരോപണം നേരിടുന്നുവോ അവിടെ രാഹുൽ ഈശ്വർ ചാടി വീഴും. ആ പുരുഷനെ സംരക്ഷിക്കാനായിട്ട് പിന്നെ അദ്ദേഹത്തിന് അവിടെ ജാതി മത രാഷ്ട്രീയ വകഭേദമൊന്നുമില്ല. മുകേഷ് ആയാലും ശരി, ഇനി ഏതോ സുരേഷ് ഗോപി ആയാലും ശരി, ഒരു സ്ത്രീ ഒരു പുരുഷനെതിരെ ലൈംഗിക അധിക്ഷേപത്തിൻ്റെ ഒരു ആരോപണം ഉയർത്തിയാൽ പിന്നെ എട്ടം വലം തിരിയാതെ ഇദ്ദേഹം പടവാളെടുത്ത് പടയ്ക്കിറങ്ങും. അങ്ങനെയാണ് ഈ രാഹുൽ ഈശ്വർ പടപൊരുതാൻ ഇറങ്ങിയത്. ആ പടനായകനെ മുന്നിൽ വെച്ച് നയിച്ച് അവസാനം ഈ പെൺകുട്ടിയെ പ്രകോപിച്ച് അവസാനം മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതി എത്തിച്ച് ഇപ്പോൾ സായുജ്യമടഞ്ഞിരിക്കുകയാണ് നമ്മുടെ രാഹുൽ ഈശ്വർ. അതാണ് അറസ്റ്റ് ചെയ്യണം. പുള്ളിയുടെ സ്വപ്നമാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഈ കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും നാറ്റിക്കാനുള്ള ചാരപ്പണി രാഹുൽ ഈശ്വർ ഏറ്റെടുത്തിട്ടുണ്ടോ എന്നും കൂടെ ഗൗരവപരമായി ഈ കോൺഗ്രസിൻ്റെ ആൾക്കാരൊന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കുന്നു എന്ന് തോന്നുന്നു. കാരണം രാഹുൽ ഈശ്വർ നല്ല മിടുക്കനായ ഒരു പ്രാസംഗികനാണ്, അല്ലെങ്കിൽ ഒരു സംവാദകനാണ്. അക്കാര്യത്തിലൊക്കെ നമുക്ക് സംശയമൊന്നുമില്ല. എവിടെ നിന്നാണ് രാഹുൽ ഈശ്വറിന് ഇത്തരം ഒരു നിലപാടെടുക്കാൻ കഴിയുന്നത്? രാഹുൽ മാങ്കൂട്ടം ഏൽപ്പിച്ചൊരു ജോലിയാണോ അദ്ദേഹം ചെയ്യുന്നത്? രാഹുൽ മാങ്കൂട്ടം ഇതിൻ്റെ സത്യാവസ്ഥയെല്ലാം രാഹുൽ ഈശ്വറിനോട് സംസാരിച്ചിട്ടുണ്ടോ? ആ പെൺകുട്ടി നിങ്ങളോട് ഇതെല്ലാം സംസാരിച്ചിട്ടുണ്ടോ? അപ്പം 2 കാര്യങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാനിതെല്ലാം നിലപാടെടുക്കുന്നത് എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ രാഹുൽ ഈശ്വറിന് കഴിയൂ. എവിടെയാണ് സത്യമെന്ന് കണ്ടെത്താൻ താങ്കൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? 2 നിലപാടുകളും നിയമത്തിൻ്റെ മുന്നിൽ വരട്ടെ. ആ നിയമവ്യവസ്ഥ അതിലൊരു നിലപാടെടുക്കട്ടെ എന്ന് താങ്കൾ നിലപാടെടുത്തിരുന്നെങ്കിൽ കേരളീയ സമൂഹം താങ്കൾ പറയുന്ന സ്ഥലത്ത് നിന്നേനെ. താങ്കൾ പറയുന്ന പല വാചകങ്ങളോടും, പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളോടും താങ്കളോട് യോജിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും. ആ പെൺകുട്ടിക്ക് എന്താണ് അനുഭവപ്പെട്ടത് എന്ന് താങ്കൾക്കറിയുമോ? അത് ഒരു നിയമവ്യവസ്ഥിതിക്ക് പിന്നെ വിട്ടുകൊടുക്കുകയും നിയമവ്യവസ്ഥിതി നമ്മുടെ നാട്ടിലെ നീതിന്യായ കോടതിയിലെ ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്യട്ടെ. അത് താങ്കൾ ഈ അടുത്ത കാലത്ത് ഒരു അഡ്വക്കേറ്റ് കൂടിയായി എൻറോൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിവ്. അങ്ങനെയാണെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ രക്ഷിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വക്കാലത്ത് വാങ്ങി നീതിന്യായ കോടതിയിൽ പോയി അദ്ദേഹത്തിന് വേണ്ടി വാദിച്ച് അദ്ദേഹത്തെ നിരപരാധിയാണെന്ന് സ്ഥാപിച്ചെടുത്ത് അദ്ദേഹത്തെ സമൂഹത്തിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് താങ്കൾ ഈ പ്രസംഗം നടത്തുകയാണെങ്കിൽ കേരളീയ സമൂഹം താങ്കളുടെ കൂടെ നിൽക്കും.
അതാണ് അതിൻ്റെ ന്യായവും നീതിയും. അതല്ലാതെ വെറുതെ ഒരു പെൺകുട്ടിയെ, ആ കുട്ടിയുടെ ആക്ഷേപം ശരിയോ തെറ്റോ ആകട്ടെ, രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനാണെന്നോ അദ്ദേഹം വലിയ അപരാധം ചെയ്തു എന്നോ ആരും മുൻവിധിയോടുകൂടെ ഇരിക്കേണ്ടല്ല. ഒരു പെൺകുട്ടി ഒരാക്ഷേപം ഉന്നയിച്ചിരിക്കുന്നു. ഇനി എത്ര പെൺകുട്ടികൾ ഈ ആക്ഷേപം ഉന്നയിക്കുമെന്ന് അറിയില്ല. നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ ഇതിനെതിരെ നിരവധി ആക്ഷേപങ്ങളുണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ വരുന്നത്. അത് ഈ KPCCക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ആ സസ്പെൻഡ് ചെയ്തൊരു വ്യക്തി നിർഭയം എല്ലാ നേതൃത്വത്തെയും വെല്ലുവിളിച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ തൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു ക്ഷീണമുണ്ടല്ലോ, സമൂഹത്തിനെ വെല്ലുവിളിക്കുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, അത് കേരളീയ സമൂഹത്തിന് വരും കാലങ്ങളിൽ ഏത് രാഷ്ട്രീയമായും നല്ലതല്ല എന്ന് ഈ രാഹുൽ ഈശ്വർ മനസ്സിലാക്കണമെന്ന എളിയ അപേക്ഷ ഉണ്ടെന്ന് മാത്രമാണ്. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.